പോകാം ഒരു നന്മയുടെ സ്വരമായി. നാദം മോദം നദനായി പാടിടാം. ആവേശത്തിരയത് ഉയരുകയും ആത്മാവിലലയടിയാൻ ഇമ്പമൃദു തന്ത്രികളുണരുമ്പോൾ സംഗീത സാന്ദ്രമയം ഗാനാലാപനങ്ങളാൽ സ്തുതിഗീതികൾ പാടിടാം. വാദ്യമേളഘോഷങ്ങളാൽ സകലേശനെ വാഴ്ത്തിടാം. വായോ പോകാം പാടാം മേളം, വായോ പോകാം പാടാം മേളം. നന്മയുടെ സമ്മാനം, നന്മയുടെ സ്വരമായി ഉയരുക നാം. തിന്മയുടെ കളയതു കളയുക നാം. സപ്തസ്വരമാം ഗാനമൊഴിയാൻ ആത്മനിറവാൻ താളമികവാൻ യേശുവിൻ മൊഴികൾ മികവാൻ പകരാം വരവാൻ നന്മയുടെ സംഗീതം. Voice of Goodness Season 3. Voice of Goodness Season 3. എല്ലാ പ്രേക്ഷകരെയും ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലേക്ക്, ഈ വേദിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3. Voice of Goodness Season 3. ആദ്യം നമ്മളെ ബഹുമാനപ്പെട്ട ജഡ്ജസിനെയാണ് നമ്മൾ എപ്പോഴും ഇൻവൈറ്റ് ചെയ്യാറുള്ളത് നമ്മുടെ പ്രോഗ്രാമിലേക്ക്. പോളച്ച സ്വാഗതം. മനോജ് ചേട്ടാ സ്വാഗതം. സിസിലിക്കും സ്വാഗതം ഈ എപ്പിസോഡിലേക്ക്. നമ്മുടെ ഗുഡ്നസ് ബാൻഡിനെ തന്നെ നമുക്ക് വെൽക്കം ചെയ്തിട്ട് നമുക്ക് നമ്മുടെ കുട്ടികളിലേക്ക് പോവാം. വെൽക്കം. ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ ആരംഭിക്കാൻ പോകുന്നു. ഫസ്റ്റ് നമുക്ക് സ്റ്റേജിലേക്ക് മത്സരിക്കാനായിട്ട് എത്തുന്നത് അന്ന തെരേസ. വരൂ അന്ന. അന്ന കുട്ടി സുഖാണോ? സുഖമാണ്. ആരാ മോളെ പഠിപ്പിച്ചു തരുന്ന പാട്ടല്ല? പാട്ടൊക്കെ അപ്പയാണ്. ആ, അപ്പയാണോ അപ്പൊ പാട്ട് സെലക്ട് ചെയ്യുന്നതും? അപ്പയുടെ ഫ്രണ്ടാണ് സെലക്ട് ചെയ്ത് തരുന്നത്. ഓക്കെ. അദ്ദേഹത്തിന്റെ പേരെന്താ? പേര് ജിജു. ഓക്കെ. അദ്ദേഹം പാട്ട് സെലക്ട് ചെയ്ത് തരും, അച്ഛൻ മോളെ പഠിപ്പിച്ചു തരും. ഇന്ന് അച്ഛൻ വന്നിട്ടുണ്ടല്ലോ ഇവിടെ. അപ്പൊ അച്ഛൻ പഠിപ്പിച്ച പാട്ടാണ് മോൾ ഇന്നിപ്പോ പാടാൻ പോകുന്നത്. അത് ഏത് കാറ്റഗറിയിലുള്ള പാട്ടാണ് ഇന്നിപ്പോ? സെമി ക്ലാസിക്കൽ. ഓക്കെ. ഏതാ പാട്ട്? ഞാനാ മുരളിക ഗീതമുണർത്തി. ഓക്കെ, ശരി. അപ്പൊ എന്തായാലും അന്ന തെരേസയുടെ സെമി ക്ലാസിക്കൽ റൗണ്ടോട് കൂടി തന്നെ നമുക്ക് ആരംഭിക്കാം. വിഷിംഗ് ഓൾ ദി ബെസ്റ്റ്. Voice of Goodness Season 3.
പാട്ടൊക്കെ സെലക്ട് ചെയ്യുന്നത് സാറിന്റെ ഫ്രണ്ടാണ്, സാറാണ് പഠിപ്പിച്ചു കൊടുക്കുന്നതെന്നെല്ലാം പറഞ്ഞു. എന്നിട്ട് ഇന്നിപ്പോ മോൾ ഇവിടെ പാടിയത് കേട്ടിട്ട് തൃപ്തിയായോ? ആവറേജ് ആയിട്ട് പാടിയെന്നാ തോന്നുന്നത്. ആവറേജ് ആയിട്ട് പാടിയെന്നേ തോന്നുള്ളോ? അതെന്ത് പറ്റിയപ്പോ അന്നക്കുട്ടി? നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് വന്നതല്ലേ. മോൾക്ക് എന്താ തോന്നണേ? നന്നായിട്ട് പാടിയോ? കുഴപ്പമില്ല. അമ്മയ്ക്കോ? എല്ലാവർക്കും ഒരു കുഴപ്പമില്ലാതെ പാടിയെന്നൊക്കെയാണ് പറയുന്നത്. പോളച്ചാ, അന്നക്കുട്ടിയുടെ പാട്ട് എങ്ങനെയുണ്ടായിരുന്നു? അന്നക്കുട്ടി നന്നായി പാടി, കൺഗ്രാജുലേഷൻസ്. നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു, നല്ല ഒരു പാട്ട്. അന്നക്കുട്ടി സംഗീതം പഠിക്കുന്നുണ്ടോ? കഴിഞ്ഞ വർഷമാണ് സ്റ്റാർട്ട് ചെയ്തത്. എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യോ? ഉണ്ട്. ഈ പാട്ട് ഇപ്പോ പഠിച്ചു തുടങ്ങിയിട്ട് എത്ര നാളായി? ഈ പാട്ട് പഠിച്ചു തുടങ്ങിയത് കഴിഞ്ഞ മാസമാണ്. കാരണം എക്സാം ഒക്കെ ആയതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തില്ലായിരുന്നു. എവിടെയാ വീട്? തൊടുപുഴ. തൊടുപുഴയിൽ എവിടെയാ? തൊടുപുഴ കാഞ്ഞാറെന്ന് പറയും. അനുജത്തിമാരൊക്കെ പാട്ടുകാരാണോ? അവര് പാടും. ആ ശരി. ഇതും പടക്കം എല്ലാവരും പാടുന്നു. വീട്ടിലെ ഡാഡിയാണോ മമ്മിയാണോ ആരോ പാടുന്നത്? അപ്പയാണ് പാടുന്നത്. അപ്പയാണോ അന്നാനെ ഡയറക്റ്റ് ചെയ്യുന്നത് അല്ലേ? ശരി, നന്നായി പാടി. ഇനി ഈ പാട്ട് കൂടുതൽ സംഗീതം പഠിക്കുന്നതോറും ഇമ്പ്രൂവ് ചെയ്യും. കൂടുതൽ സംഗീതം പഠിക്കണം, പിന്നെ കുറച്ചുകൂടി സമയം അതിന് ചെലവഴിക്കണം. പാട്ട് ഇങ്ങനെ കേൾക്കാറുണ്ടോ? ഉണ്ട്. എത്ര സമയം കേൾക്കും? ഈ പാട്ട് ഡെയിലി കേൾക്കുമായിരുന്നു. ഈ പാട്ട് തന്നെയല്ല, മറ്റു പാട്ടുകൾ പൊതുവെ കേൾക്കാറുണ്ടോ? ഉണ്ട്. കുറവാണ്. പാട്ടുകൾ കേൾക്കണം. പ്രത്യേകിച്ച് നമ്മളിങ്ങനെ ലൈറ്റ് മ്യൂസിക് പാടുമ്പോൾ അങ്ങനെ പാടിയിട്ടുള്ള ആളുകളുടെയൊക്കെ പാട്ടുകൾ കേൾക്കും തോറും നമ്മുടെ ബ്രെയിനിൽ അതിൻ്റെ സാധ്യതകൾ കൂടുതൽ വരും, ഐഡിയാസ്. മനസ്സിലായോ? കേട്ടാണ് പല സ്കിൽസ് നമ്മൾ കുറേ അധികം അക്വയർ ചെയ്യുന്നത് പാട്ടിൽ. അപ്പോൾ കേൾക്കണം കുറേ കേട്ടോ. കേൾവിജ്ഞാനം എന്ന് പറയാം, കേൾവിജ്ഞാനം. പാട്ട് കേൾക്കും തോറും നമുക്ക് കൂടുതൽ അതിൻ്റെ നൈസിറ്റീസ് കൊണ്ടുവരാൻ പറ്റും. തൊണ്ടയിൽ അതിൻ്റെ സാധ്യതകൾ കൂടുതൽ നമ്മൾ ലഭിക്കുകയും ചെയ്യും. ഓക്കെ, നല്ല ആശംസകൾ. ഇനി ഉയരങ്ങളിലേക്ക് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. മനോജ് ചേട്ടാ. അന്നക്കുട്ടി, എന്തോ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണ വന്ന് പാട്ടുണ്ടായിരുന്നേക്കാളൊക്കെ കുറേ നന്നായി ഇമ്പ്രൂവ് ആയിട്ടുണ്ട് മോളുടെ പാട്ട്. വെരി നൈസ് സിംഗിങ്. താങ്ക് യു സർ. മോളുടെ ഹമ്മിങ് ദാറ്റ് ഇസ് വെരി നൈസ്. നന്നായിട്ട് ഒരുവിധം ശ്രുതിയിലൊക്കെ പാടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ അവിടുത്തെ പല്ലവി നല്ല ഔട്ട്സ്റ്റാൻഡിങ് ആയിരുന്നു, വളരെ നന്നായിട്ട് പെർഫോം ചെയ്തു. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യങ്ങൾ, മോൾക്ക് നന്നായിട്ട് സംഗതികൾ അതിങ്ങനെ അനർഘളമായി ഇങ്ങനെ വരികയാണ്. ഇങ്ങനെ എന്താ പറയുക, സംഗതികളാൽ അനുഗ്രഹീതയായ ഒരു പാട്ടുകാരിയാണ് അന്ന തെരേസ്. പപ്പ പാട്ട് പഠിച്ചിട്ടുണ്ടോ? ചെറുപ്പത്തിൽ ചെറുതായിട്ട് നോക്കിയെന്നേ ആണല്ലേ? ഓക്കെ. ഇവര് അനുജത്തിമാര് എത്രയല്ല പഠിക്കുന്ന രണ്ടുപേരും? 4, 5. ഇപ്പം എല്ലാവരും പാടും. വീട്ടിലിപ്പോൾ പാട്ട് മയാണ് അല്ലേ? ഡാഡി പാടും, കുട്ടികളെല്ലാവരും പാടും, മമ്മി അത് ഹെൽപ്പ് ചെയ്യാനായിട്ട്. വാ, ബ്യൂട്ടിഫുൾ ഫാമിലി. അപ്പോൾ മോള് ദിവസം പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. മോൾക്ക് നല്ല വോയിസ് ഉണ്ട്, നന്നായിട്ട് ഈ പ്ലാൻസ് ഒക്കെ ഓൾറെഡി ഉണ്ട്, എല്ലാം ഉള്ളിലുണ്ട്, ഇങ്ങനെ ഒതുക്കി വെച്ചേർക്കാണ്. അത് ഇനി നമ്മൾ ധൈര്യമായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് പുറത്തേക്ക് എടുക്കണം കേട്ടോ. എനിക്കിതൊന്നും ചെറിയ പേടി ഉണ്ടായിരുന്നോ പാടുമ്പോൾ? ചെറിയ പേടി ഉണ്ടായിരുന്നു. ഒരു ചെറിയ പേടിയാണ്. ഈ പേടീനെ നമുക്ക് എടുത്ത് കളയണം കേട്ടോ. പേടിയൊന്നും ഇതിൻ്റെ സമീപ പ്രദേശങ്ങളെ കാണാൻ പാടില്ല അടുത്ത റൗണ്ടിൽ. ഓക്കെ, എന്തായാലും നല്ല അനുഗ്രഹീത സിംഗറാണ് മോള്. കുറച്ചുകൂടെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം, കുറച്ചുകൂടെ ഒരുങ്ങണം. ഓക്കെ, എന്നിട്ട് നമുക്ക് അടുത്ത റൗണ്ടിൽ കാണാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സിസ്ലി. അന്നക്കുട്ടി, എന്തോ ഇപ്പം അച്ഛൻ വിളിച്ചപ്പോൾ എനിക്കും അങ്ങനെ തന്നെ വിളിക്കാൻ തോന്നി. അത്ര സ്വീറ്റാണ് മോള്. 10th കഴിഞ്ഞായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ, കൊച്ചുകുട്ടിയാണ്. അപ്പോൾ എനിക്ക് അന്നക്കുട്ടി സെമി ക്ലാസിക്കൽ എടുത്തുകൊണ്ട് വന്നപ്പം ഒരു ഇച്ചിരി ഹെവി ആയി പോയോ മോൾക്ക് എന്നുള്ളതേ. പക്ഷെ എന്താ വെച്ചാൽ ഈ പാട്ട് എടുത്തുകൊണ്ട് വന്നുകൊണ്ട് മോളുടെ പൊട്ടൻഷ്യൽ അത് നമുക്ക് മനസ്സിലായി. മോൾക്ക് സംഗതികളൊക്കെ നന്നായിട്ട് വഴങ്ങുന്നുണ്ട്, നല്ല ക്ലാരിറ്റിയോടുകൂടി പാടാനായിട്ട് മോൾക്ക് ശ്രമിക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ഒരു സംഗതി പോലും മോള് വിട്ടുകളഞ്ഞില്ല, എല്ലാം അറ്റംപ്റ്റ് ചെയ്തു.
ദാറ്റ്സ് റിയലി നൈസ്. ഇപ്പം നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആണെങ്കിൽ നമുക്ക് മെനക്കെടാൻ കഴിയില്ലെങ്കിൽ നമ്മൾ സാധാരണ അതങ്ങ് വിട്ട് കളയും. എന്നിട്ട് അടുത്ത ലൈനിലെ സംഗതി കുറച്ച് ഈസി ആയിട്ടുള്ള സംഗതികളൊക്കെ അങ്ങ് പ്രസൻറ്റ് ചെയ്യാം, കോമ്പറ്റീഷൻ അല്ലേ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ എല്ലാം അത് ത്രൂ ഔട്ട് സംഗതികളാണ്. ശ്വാസം വിടാനൊരു ടൈം ഇല്ലാത്ത രീതിയിൽ ഓരോ ലൈൻസിലും ഇംപ്രവൈസേഷനാണ്. അപ്പോൾ അതെല്ലാം ട്രൈ ചെയ്തു. അതാണ് എനിക്ക് ഏറ്റവും അപ്രിഷ്യേറ്റ് ചെയ്യാനായിട്ട് തോന്നിയ ഒരു കാര്യം മോളിൽ കേട്ടോ. ആൻഡ് ഇത് എടുത്തുകൊണ്ട് വന്നതുകൊണ്ട് നമുക്ക് ഡെഫിനറ്റ്ലി മോളുടെ എന്താ പറയുക ഒരു പൊട്ടൻഷ്യൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. ആൻഡ് പേരൻസ് ചോദിച്ചപ്പോൾ പറഞ്ഞു കുഴപ്പമില്ലായിരുന്നു, ആവറേജ് ആയിരുന്നു, അങ്ങനെ പറയൂ. നമ്മുടെ മാതാപിതാക്കന്മാർ യൂഷ്വലി നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവൾ എങ്ങനെ ഉണ്ടായിരുന്നു, ഗംഭീരമായി പാടിയെന്നൊന്നും അവർ ഒരിക്കലും എൻ്റെ പേരൻസും പറയാറില്ല. അപ്പോൾ അവരെപ്പോഴും നമ്മളൊന്നും ഇനിയും ബെറ്റർ ആവണം എന്ന് വിചാരിച്ച് അവർ നമ്മളോട് എപ്പോഴും ആ കൊള്ളായിരുന്നു, ആ കുഴപ്പമില്ലായിരുന്നു, ആ നന്നായിരുന്നു എന്നൊക്കെ മാക്സിമം പറയുള്ളൂ. എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും അത് അവർക്ക് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, ഇനിയും ബെറ്ററായി കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് അവരത് പറയുക. പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഓൺലി തിങ് എല്ലാം അറ്റംപ്റ്റ് ചെയ്തത് കൊണ്ട് ചില സംഗതികൾ കറക്റ്റായിട്ട് നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ, ചില സംഗതികൾ അങ്ങ് വീണില്ല കറക്റ്റായിട്ട്. അപ്പോൾ മോളുടെ ഈ പ്രായത്തിൽ അത് ഇച്ചിരി ഡിഫിക്കൽട്ടാണ്. പ്രത്യേകിച്ച് ഈ പാട്ട് മോൾക്ക് ഈ പ്രായത്തിൽ കുറച്ച് ഹെവിയാണ്. പക്ഷേ ഈ റൗണ്ട് ആയതുകൊണ്ടും മോൾക്ക് മോളുടെ പൊട്ടൻഷ്യൽ കാണിക്കണം എന്നുള്ളത് കൊണ്ടും മോള് സെലക്ട് ചെയ്തതാണെന്ന് മനസ്സിലായി. പക്ഷെ കോമ്പറ്റീഷൻ ആയതുകൊണ്ട് നമ്മളെല്ലാം നോക്കുമല്ലോ, അതുകൊണ്ട് ഈ കാര്യങ്ങളും കൂടെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. പക്ഷേ നൈസ് അറ്റംപ്റ്റ്, വെരി ഗുഡ് കേട്ടോ, ബ്രേവ് ഗേൾ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. അപ്പോ അച്ഛന് ഇനി മാർക്കൊക്കെ എത്ര കിട്ടും എന്നൊക്കെയാണ് പ്രതീക്ഷിച്ച് നിൽക്കുന്നത്. ഒരു ആവറേജ് എന്നുള്ള രീതിയിലാണ് അച്ഛന് നിൽക്കുന്നത്. അപ്പൊ 30-ൽ ഏകദേശം എത്ര കിട്ടുമായിരിക്കും? സിസ്റ്റേഴ്സ്, എന്താ അനിയത്തിമാരുടെ പേരെന്താ? മൂത്ത ആളുടെ പേര് ഏഞ്ചൽ, രണ്ടാമത്തെ ആളുടെ പേര് ആൻഡ്രീത്ത. ഓക്കെ, നിങ്ങൾ പറയൂ ചേച്ചിക്ക് എത്ര മാർക്ക് കിട്ടുമായിരിക്കും 30-ല്? 30-ൽ എത്ര മാർക്ക് വേണം നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ? നിങ്ങൾക്ക് സ്കൂളിലൊക്കെ എത്ര മാർക്കാ കിട്ടുക? എക്സാംസിനൊക്കെ ഫുൾ മാർക്ക് കിട്ടോ? ചിലതിനൊക്കെ കിട്ടും, ചിലതിനൊന്നും കിട്ടില്ല. അപ്പൊ ചിലതിനൊക്കെ കിട്ടുന്നത് കൂടെ അതിന്റെ കൂടെ നമുക്ക് ചേച്ചിയുടെ പാട്ടും കേറ്റാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എത്ര മാർക്കാണെന്ന്. സിസ്ലി, എത്ര മാർക്കാണ്? എത്ര കൊടുക്കണം ചേച്ചിക്ക്? ഔട്ട് ഓഫ് 30 പറയൂ. 28 അത് അമ്മ പറഞ്ഞു കൊടുത്തതാ. അതെ, 30 എന്ന് പറയാഞ്ഞ ഭാഗ്യം, ഞാൻ പെട്ടുപോയേനെ. കൊച്ചിനോട് എത്ര ഉള്ളിന്ന് പറയൂ, എത്ര കൊടുക്കണം ചേച്ചിക്ക്, എത്രയാണ് ആഗ്രഹം? രണ്ടാമത്തെ ആള് പറയൂ. ആൻഡ്രിത്ത പറയൂ. 26 ഒരു 20 കൊടുത്താ പോരെ? വരുന്നറിയില്ലേ? അയ്യോടാ, ഇനിയിപ്പോ അയ്യോടാ കൗണ്ട് ചെയ്യാൻ തന്നെ അറിയുന്നില്ല. ഓക്കെ, ശരി. എത്രയാണ് സിസ്ലി? അന്ന തെരേസ മോൾക്ക് ഈ പാട്ടിന് ഈ റൗണ്ടിന് 8.5. മനോജ് ചേട്ടാ? അന്നക്കുട്ടിക്ക് 8.5. എനിക്ക് 8.5. ഓക്കെ, അപ്പം സാറിന് എന്നാലും തൃപ്തിയായിട്ടില്ല ഈ മാർക്ക് കേട്ടിട്ടും. അന്നയുടെ അച്ഛന് കുറച്ചും കൂടെ തൃപ്തിയാവുന്നുണ്ട്. പക്ഷെ അതെന്താ കോമ്പൻസേറ്റ് ചെയ്യേണ്ടേ? അടുത്ത പാട്ട് അച്ഛന് തൃപ്തിയാവുന്നവണ്ണം നല്ലതായിട്ട് ഇവിടെ വന്ന് പെർഫോം ചെയ്യണം, പാടണം കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യത്തെ പാട്ടിന് കിട്ടിയിരിക്കുന്നത് 25.5 മാർക്സ് ആണ് 30-ല്. അന്ന, സന്തോഷാണോ? സന്തോഷം. ശരി, അടുത്ത പാട്ടിൽ നമുക്ക് കാണാം കേട്ടോ മോളെ. ഓക്കെ, താങ്ക് യു. ആബെൽ ഡേവിസ് ആണ് ഇന്നത്തെ ദിവസം രണ്ടാമതായിട്ട് മത്സരിക്കാനായിട്ട് ഇങ്ങോട്ട് എത്തുന്നത്. വരൂ ആബെൽ. യെസ് ആബെൽ, സുഖം? എക്സാംസ് ഒക്കെ കഴിഞ്ഞു, അത് കഴിഞ്ഞ് വെക്കേഷൻ ഒക്കെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അടുത്ത ഇവിടെ വേറൊരു മത്സരവും കാര്യങ്ങളും വീണ്ടും പഠിക്കേണ്ടതായിട്ട് വന്നു അല്ലേ? പക്ഷെ ഈ പഠിത്തം എന്ന് പറയുന്നത് നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ എൻജോയ് ചെയ്യുന്നതാണ്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒന്നാണല്ലോ സംഗീതം അല്ലേ? അത് എത്ര നേരം ഇരുന്ന് പഠിച്ചാലും മതിയാവില്ല. അപ്പൊ അങ്ങനെ പ്രാക്ടീസ് ചെയ്തോ? ഡെയിലി ആണ്, സെറ്റാണ്. അപ്പൊ ലണ്ടൻ കാറ്റഗറിയിലെ പാട്ടുമായിട്ടാണ് ഇന്നിപ്പോ ആബേൽ എത്തിയിരിക്കുന്നത്. ഏതാണ് പാട്ട്? ക്രൂശിൽ പിടഞ്ഞൊരെന്നാഥനെ ഓർക്കുമ്പോൾ. ഇത് ആരായി പാട്ട് സെലക്ട് ചെയ്ത? പാട്ട് ഞാൻ തന്നെ. അതെന്തുകൊണ്ട് ഈ പാട്ട് അങ്ങനെ ആബേലിന് ഇഷ്ടപ്പെടാൻ കാരണം എന്താ? ഈ പാട്ട് പണ്ട് ഞാൻ പള്ളിയിൽ പാടിയിരുന്നപ്പോ ആളുകളൊക്കെ നന്നായി എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ കുറെ പ്രാവശ്യം പാടിയിട്ടുണ്ട്. കോൺഫിഡൻസ് ഉള്ള പാട്ടായോണ്ട് അത് തന്നെ അങ്ങ് പാടിയേക്കാന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ ഈ പ്രാവശ്യത്തെ ഈസ്റ്ററിനും ആ സമയത്തും ഒക്കെ പള്ളിയിൽ ഈ പാട്ട് പാടിയോ? പാടിയിരുന്നു. ഓക്കെ, അപ്പൊ സ്ഥിരം ഈ ഒരു കാറ്റഗറിയിൽ ഈ ഒരൊറ്റ പാട്ടാണോ ആബേൽ പാടാറുള്ളത്? അല്ല, വേറെ പാട്ടും പാടാറുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ അപ്രിസിയേഷൻ ഈ പാട്ടിനാണ് കിട്ടാറുള്ളത്, ആണോ? ഓക്കെ, അപ്പൊ ആബേലിന്റെ ഇടവക ഏതാ?
തെക്കന്നാണിശ്ശേരി. ഇവിടെ അടുത്ത് തന്നെയാണ് മാളാട്. ഓക്കെ, അപ്പോ സ്വന്തം ഇടവകയില് എപ്പോഴും ഈ പാട്ട് തന്നെ പാടി സ്റ്റാർ ആയിട്ട് നിൽക്കുന്ന അബേൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ആ പാട്ടുമായിട്ട് വീണ്ടും വന്നിരിക്കുകയാണ് മത്സരിക്കാനായിട്ട്. ഓക്കെ, അപ്പൊ ഞങ്ങളുടെ എല്ലാവരുടെയും ഇഷ്ടം പിടിച്ചു പറ്റണം ഈ പാട്ടോട് കൂടി കേട്ടോ. പാട്ടിന് ശേഷം നമ്മൾ വീണ്ടും കാണും. Voice of Goodness Season 3. ക്രൂശിൽ പിടഞ്ഞോര് നാഥനെ ഓർക്കുമ്പോൾ ദുഃഖങ്ങളെല്ലാം ആമോദമായി ചോരവാർന്നൊരു കാൽവരിയാഗത്തിൽ സഹനങ്ങളെല്ലാം മഹത്വമായി കുരിശിനരികെ ക്രൂശിതനരികെ നിലകൊള്ളുവാനായി ശക്തിയേകൂ. കുരിശിനരികെ ക്രൂശിതനരികെ നിലകൊള്ളുവാനായി ശക്തിയേകൂ. പിരിയില്ല നാഥ, തളരില്ല നാഥ, കുരിശിന്റെ വഴിയെ ഞാൻ ഗമിക്കും. തിരിയില്ല നാഥ, തളരില്ല നാഥ, കുരിശിന്റെ വഴിയെ ഞാൻ ഗമിക്കും. ഇടനെഞ്ചെരിഞ്ഞ് നൊമ്പരമേറി ഞാനേറെയോടി തളർന്നു. കുരിശിന്റെ മാറിൽ തലയൊന്നു ചായ്ക്കാൻ ഞാനേറെ ആഗ്രഹിക്കുന്നു. മാറോടു ചേർത്തെന്നെ മിഴിനീർ തുടച്ചെന്നെ നിൻ ഹൃത്തിലെന്നെ നിറയ്ക്കൂ. നീ വരൂ നാഥ, കുരിശിന്റെ നാഥ, എൻ ജീവിതത്തെ പുണരാ. നീ വരൂ നാഥ, കുരിശിന്റെ നാഥ, എൻ ജീവിതത്തെ പുണരാ. ഉള്ളം നീറുന്ന നേരങ്ങളിൽ ആശ്വാസമേകുവാൻ നീ വരണേ. സഹനത്തിൻ വഴികളിൽ ചിറകടിച്ചുയരാൻ കരം നീട്ടണേ നസ്രായനേ. ക്രൂശിത സ്നേഹത്തിൻ
സാക്ഷ്യമേകാൻ കുരിശോളമെന്നെ വലുതാക്കണേ. നിൻ മുറിവിൽ നിൻ തണലിൽ പൊതിയണമെന്നെ തമ്പുരാനേ. ക്രൂശിൽ പീഡഞ്ഞോരെ നാഥനെ ഓർക്കുമ്പോൾ ദുഃഖങ്ങളെല്ലാം ആമോദമായി ചോരമാർന്നൊരു കാൽവരിയാഗത്തിൽ സഹനങ്ങളെല്ലാം മഹത്വമായി കുരിശിനരികെ ക്രൂശിതനരികെ നിലകൊള്ളുവാനായി ശക്തിയേകൂ. കുരിശിനരികെ ക്രൂശിതനരികെ നിലകൊള്ളുവാനായി ശക്തിയേകൂ. പിരിയില്ല നാഥ കളരില്ല നാഥ കുരിശിന്റെ വഴിയെ ഞാൻ ഗമിക്കും. തിരിയില്ല നാഥ തളരില്ല നാഥ കുരിശിന്റെ വഴിയെ ഞാൻ ഗമിക്കും. അബിൽ തന്നെ സെലക്ട് ചെയ്ത് പാടിയ പാട്ട് ഇതിപ്പോ ആദ്യം പാടുന്നല്ലാത്തോണ്ട് വളരെ കൂളായിട്ട് ഇന്നിവിടെ പെർഫോം ചെയ്യാൻ പറ്റി അല്ലേ? അതെ. പള്ളിയില് അബിൽ ഇത് പാടി കേൾക്കുന്നതായിരുന്നോ ഇന്നിവിടെ പാടി കേൾക്കുന്നതായിരുന്നോ കൂടുതലും രസം? ഇപ്പൊ പാടിയത് അതാ കൂടുതൽ ഇഷ്ടമായത്. സാറിന് ഏതാ ഇഷ്ടമായേ? ഇപ്പൊ പാടിയത് തന്നെയാണ്. ഇപ്പൊ പാടിയതാണ്. അപ്പൊ പള്ളിയിൽ പാടുമ്പോ ഇടവകയിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്ന പാട്ട് അതിനെക്കാട്ടിലും ഗംഭീരമായിട്ട് ഇന്ന് പാടാൻ പറ്റി അല്ലേ? ശരി മനോജ് ചേട്ടാ. അബിൽ, എന്തോ കുറെ നാളായി കണ്ടിട്ട് സുഖമായിരിക്കുന്നോ? സുഖം. അതിഗംഭീരായിട്ട് പാടി മോൻ. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. അബിൽ പാടുമ്പോ പിന്നെ എന്തായാലും ഒരു നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ട് അത് ഗംഭീരായിട്ട് പാടും എന്നുള്ളത്. പക്ഷെ അത് വീണ്ടും അതുപോലെ തന്നെ പുതിയ എന്താ പറയുക കൂടുതൽ എനർജിയിൽ പാടിയർക്കാണ്. ബ്യൂട്ടിഫുൾ സോങ്. താങ്ക് യു. പിന്നെ ആബേലിന്റെ ഏറ്റവും പ്രത്യേകതയുള്ളത് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളത് ആബേലിന്റെ ശബ്ദമാണ്. യു ഹാവ് എ എന്താ പറയുക ഹെവൻലി വോയിസ് ഉണ്ട്. ദൈവം തന്നിട്ടുള്ള വലിയൊരു അനുഗ്രഹമാണ്. ഏതൊരു പാട്ടുകാരന് ആദ്യം വേണ്ടത് നല്ലൊരു വോയിസാണ്. അതാണ് അവരുടെ ബേസ്. പിന്നെ അതിൽ നിന്നാണ് ഓരോന്ന് ഇങ്ങനെ നമ്മൾ ബിൽഡ് ചെയ്ത് യു ബിക്കം എ ഗ്രേറ്റ് സിംഗർ അല്ലേ? അപ്പം അത് മോനുണ്ട്. മോനത് വളരെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഈ പാട്ട് നല്ല പാട്ട്. ഇതാര് ചെയ്തത്? ഇത് ഫാദർ ഷിജു ചിറ്റാട്ടുകാരാന്ന് പറയുന്ന അച്ഛനാണ്. ലിറിക്സും മ്യൂസിക്കും ആണ്. പാടിയത് ആരാണ്? പാടിയത് എവിജിൻ ഇമ്മാനുവൽ. എവിജിൻ. ഓക്കെ. നല്ല പാട്ട്. പ്രത്യേകിച്ച് എനിക്ക് എൻ്റെ പല്ലവി ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ മോൻ റെൻഡർ ചെയ്ത രീതിയും ഒക്കെ എല്ലാം എന്താ പറയുക ഇങ്ങനെ ആ ഒരു പ്രൊഫഷണൽ ടച്ച് ഓരോ ലൈനിലും ഉണ്ടായിരുന്നു മോൻ പാടുമ്പോൾ. പിന്നെ ആ ഒരു ഫീല് വേണ്ട ആ ഒരു പീഡാനുഭവ രംഗങ്ങൾ അതൊക്കെ ഓർത്തിട്ടാണോ പാടിയത്? എന്തായാലും പാടിയത് പള്ളിയിലൊക്കെ പാടിയതുകൊണ്ട് ഈസി ആയിരുന്നു അല്ലേ? ആണോ? ഇതാരാണ്? അനീത്തിയാണോ? ചേച്ചി. ചേച്ചിയാണോ? ഓക്കെ. ചേച്ചി പാട്ട് പാടോ? പാട്ട് പാടും. ആണോ? കൊയറിലുണ്ട്. അപ്പൊ ചേച്ചി മാനേജരും കൂടിയിട്ടാണോ കൊയറ് പാടുന്നത്? പപ്പ പാടോ? ചെറുതായിട്ട്. ഇപ്പൊ കോറസൊക്കെ പാടില്ല അവരൊപ്പം തന്നിട്ട്. ഓക്കെ, സോ നൈസ്. മോൻ പാടിയത് പിന്നെ പാട്ടിലോട്ട് വരുമ്പോ പല്ലവരും ഫസ്റ്റ് ഇതൊക്കെ നല്ല രസമായിരുന്നു. പിന്നെ ക്രൂശിനരികെ ആ പോർഷനൊക്കെ ഗംഭീരമായിട്ട് പാടി. ഭയങ്കര രസമായിരുന്നു കേൾക്കാനായിട്ട്. പിന്നെ ഈ കർണാട്ടിക് പഠിക്കുന്നില്ലേ? ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? വിട്ടിട്ടൊന്നുമില്ലല്ലോ. പൂർവാധികം ശക്തിയോടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? പരീക്ഷ കുറച്ചൊന്ന് നിർത്തി വെച്ചേക്കായിരുന്നു. ആണല്ലോ, ഇനി ശക്തി കൂട്ടണം. തിരിച്ചു വരണം. അതെ. അപ്പോൾ ഇനി ഈ പ്രത്യേകിച്ച് ലോയിലുള്ളതൊക്കെ ഉണ്ടല്ലോ, അത് കുറച്ചുകൂടെ പ്രാക്ടീസ് ചെയ്ത് ഭംഗിയാക്കാൻ നോക്കണം. എന്തായാലും ഓവറോൾ ഇറ്റ് വാസ് ഫാന്റാസ്റ്റിക്. ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങളാണ് നമുക്ക് തോന്നിയത്. അതർവൈസ് യു ആർ എ ബ്ലെസ്ഡ് സിംഗർ. വളരെ ടാലന്റഡ് ആണ്. യുനോ I can see you somewhere there in future. Okay? All the best. Thank you. Thank you. കോളച്ചാ. എബിൽ അതിഗംഭീരമായിട്ട് പാടി. ഗ്രേറ്റ് സിംഗിങ്. അല്ലേ? ഇവിടെ പറഞ്ഞ പോലെ എക്സലന്റ് വോയിസ് ആണ് എബിലിന്റെ.
അത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. നല്ല ഇംപ്രസീവ് വോയിസ് ആണുള്ളത്. പിന്നെ നല്ല മോഡുലേഷൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. നല്ല ഡൈനാമിക്സ്, ആ ഡൈനാമിക്സിലൊരു പെർഫെക്ഷൻ, ചുമ്മാ അങ്ങനെ വരുന്നതല്ല, നല്ല പെർഫെക്ഷനോട് കൂടി ഡൈനാമിക്സ് കൊണ്ടുവരുന്നു. പിന്നെ നല്ല ഇംപ്രവൈസേഷൻ, ഇടയ്ക്കൊക്കെ ചില ഇംപ്രവൈസ് ചെയ്ത് തോന്നും അല്ലേ, കേൾക്കും മനസ്സിലാവുന്നുണ്ട്. അപ്പം അതിൻ്റെ അർത്ഥം നല്ല ഒരു ഗിഫ്റ്റഡ് സിംഗറാണ് ഏബൽ. ആ സാധ്യതകളെല്ലാം ദൈവം കയ്യിലേക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിങ്ങനെ ഓരോരോ സാഹചര്യത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാൻ നമുക്ക് കഴിവ് ഉണ്ടാകുന്നത്. പിന്നെ നല്ല ഇമോഷണൽ ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു പാട്ടിന്. അതിൻ്റെ ഒരു വികാരം, പാട്ടിൻ്റെ ഒരു ദുഃഖവും അങ്ങനെയൊക്കെയുള്ള കുറേ സഹനവും ഒക്കെയാണല്ലോ അതിൻ്റേത്. പക്ഷെ ഈ പാട്ടിൻ്റെ ഒരു സ്ട്രക്ചർ അല്പം ഒരു റെഗുലർ സ്ട്രക്ചർ പോലെ എനിക്ക് തോന്നിയത്. വ്യത്യാസം. ഈ പല്ലവി, അനുപല്ലവി, ചരണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സംഗീതത്തിലുണ്ടല്ലോ. ഇത് ആരോ ഉണ്ടാക്കിയെന്ന് വല്ല ഐഡിയ ഉണ്ട്? പുരന്ദരദാസനല്ല, പിന്നെയും പിന്നാക്കം പോണം. അതായത് 14-15 നൂറ്റാണ്ടിൽ ആന്ധ്രയിൽ ജീവിച്ചിരുന്ന അന്നമാചാര്യ എന്ന് പറഞ്ഞൊരു സംഗീതജ്ഞനുണ്ടായിരുന്നു. അന്നമാചാര്യ, ഇവർക്കൊക്കെ പുരന്ദരദാസിന് മുമ്പ് അത് കുറച്ച്. അദ്ദേഹമാണ് ഈ സ്ട്രക്ചർ പല്ലവി, അനുപല്ലവി, ചരണം ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. നമ്മുടെ പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻ മ്യൂസിക്കിലുള്ള സ്ട്രക്ചർ, മെലോഡിക് സ്ട്രക്ചറിന്. അപ്പം ഇവിടെ ഈ സാധാരണ അനുപല്ലവിയിലേക്ക് വരുമ്പോഴാണ് പിച്ച് കുറച്ച് കൂടി കുറച്ചും കൂടി ഒരു ക്ലൈമാക്സിലേക്കൊക്കെ പോകുന്നത്. അപ്പം അത് പല്ലവിയിൽ തന്നെ കഴിഞ്ഞിട്ട് അനുപല്ലവി നേരെ ബേസ് താഴെ. അത് ഞാൻ പറഞ്ഞ ഒരു അൺയൂഷ്വൽ സ്ട്രക്ചർ. അതിപ്പോൾ ഒരു കമ്പോസറിന് ചെയ്യാവുന്ന ഫ്രീഡം ഒക്കെ ഉണ്ട് അതിൽ. ആർക്കും ഇങ്ങനെ പാടുള്ളൂ എന്നൊന്നും പറഞ്ഞു വെച്ചിട്ടില്ലേ സംഗീതത്തിൽ. ഓരോരുത്തരുടെ ഇമാജിനേഷൻ അനുസരിച്ച്, ക്രിയേറ്റിവിറ്റി അനുസരിച്ചൊക്കെ സ്ട്രക്ചർ മാറ്റിയെടുക്കാൻ സാധ്യതകളുള്ളതാണ്. ഇവിടെ മനോജ് സാറ് പറഞ്ഞ പോലെ എനിക്ക് പിച്ചിൻ്റെ പ്രശ്നം എനിക്ക് തോന്നിയിരുന്നു. അത് തന്നെ എനിക്കൊരു ചെറിയ സംശയം, ഏബല് വായോട് കൂടുതൽ മൈക്ക് അടുപ്പിച്ച് പിടിക്കുന്നു എന്നൊരു സംശയം എനിക്ക്. പക്ഷെ അതിനൊരു കുറച്ചും കൂടി ഉയർത്തി മൂക്കിന്റെ അവിടേക്ക് ഒന്ന് പിടിച്ച് പാടി നോക്കിയേ. ഒന്ന് പാടിയ ഭാഗം. കുറച്ചും കൂടി ഉയർത്തണം, കുറച്ചുകൂടി മൂക്കിന്റെ അവിടേക്ക് വരട്ടെ. ഉള്ളം നീറുന്ന നേരങ്ങളിൽ ആശ്വാസമേകുവാൻ നീ വരണേ, സഹനത്തിൻ വഴികളിൽ ചിറകടിച്ചുയരാൻ കരം നീട്ടണേ നസ്രായനേ. അപ്പോൾ ബെറ്ററാണ്. കാരണം വെച്ചാൽ ഏബലിൻ്റെ വോയിസിൽ ബേസ് ആവശ്യത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ നമ്മൾ വായോട് മാത്രം അടുപ്പിക്കുമ്പോൾ ബേസ് മാത്രമേ വരുള്ളൂ. പിന്നെ നെയ്സൽ ടോൺ ഒട്ടും ഇല്ലാണ്ടാവും. അപ്പോൾ അതാണ് ഒരു പരപരപ്പ് ചിലപ്പോൾ അവിടെ വരാൻ സാധ്യത കൂടുതലാണ്, ക്ലാരിറ്റി കുറവ്. അപ്പോൾ കുറച്ചും കൂടി മൂക്കിൻ്റെ അവിടേക്ക് അടുപ്പിച്ച് പിടിക്കുകയാണെങ്കിൽ കുറച്ചൊരു നെയ്സാലിറ്റി വരുമ്പോൾ കുറച്ചും കൂടി ഡെപ്ത് വരും വോയിസിൽ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇതിപ്പോൾ ബേസ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഒന്നും പറയില്ല. പക്ഷെ അദ്ദേഹത്തിന് ഏബലിന് ബേസ് ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ അതിന് വേണ്ടിയിട്ട് അധികം ശ്രമിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കുറച്ച് മൂക്കിൻ്റെ അവിടേക്ക് ഇങ്ങനെ വോളിയം താഴേക്ക് പോകുമ്പോൾ, പിച്ച് താഴേക്ക് പോകുമ്പോൾ കുറച്ച് മൂക്കിൻ്റെ അവിടേക്ക് അടുപ്പിച്ച് പിടിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി ബാലൻസ് ചെയ്യാൻ പറ്റും തോന്നും. ഇപ്പോൾ കുറച്ച് ഫീൽ ചെയ്തില്ലേ അത്? അപ്പോൾ പൊതുവെ അതിഗംഭീരമായിട്ട് പാടി. നല്ല ഒരു പ്രൊഫഷണൽ സിംഗറിൻ്റെ എല്ലാ ക്വാളിറ്റീസും എല്ലാ ലക്ഷണങ്ങളും ഏബലിൻ്റെ കയ്യിലുണ്ട്. ഇനി അതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് ഉയരത്തിലേക്ക് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു നല്ല ഗായകനായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. സിസ്ലി, ആബേൽ, ഏബൽ എന്ന് വിളിക്കണം, ആബേൽ എന്ന് വിളിക്കണം, മൊത്തം ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഓക്കെ, സോ ആബേൽ കഴിഞ്ഞ റൗണ്ടൊക്കെ സ്ക്രീനിൽ കണ്ടോ, ടിവിയിലൊക്കെ കണ്ടോ? എങ്ങനെയുണ്ടായിരുന്നു? നല്ലായിരുന്നു. ഇങ്ങനെ ആൾക്കാരൊക്കെ എന്തൊക്കെ അഭിപ്രായങ്ങളൊക്കെയാണ് പറഞ്ഞ്? ആൾക്കാർക്കൊക്കെ നമ്മൾ അറിഞ്ഞു തുടങ്ങി. എനിക്ക് വയ്യ, പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ?
ഓക്കെ, സോ നല്ല രസമായിട്ട് പാടി കേട്ടോ. താങ്ക് യു. മോന് മറ്റ് കണ്ടസ്റ്റൻസ് ഇപ്പം ഈ നമ്മുടെ ഈ ഷോയിലെ മറ്റ് കണ്ടസ്റ്റൻസുകളുമായി ഒരു വ്യത്യാസം എന്ന് പറയുന്നത് മോൻ്റെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് കോണ്ടംപററി സ്റ്റൈലാണ്. അപ്പം ആ ഒരു ജോൺറയിൽ യു ആർ കലക്കാണ്, യു ആർ എക്സലിങ് കേട്ടോ. ഓരോ പെർഫോമൻസ് കഴിയുന്തോറും യു ആർ എക്സലിങ്. അപ്പം നമുക്കിനി എന്താ ഒരു ക്രൈറ്റീരിയ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് പല റൗണ്ട്സ് വരും നമ്മളുടെ കോമ്പറ്റീഷനിൽ. ഇനി സെമി ക്ലാസിക്കൽ റൗണ്ട്. അപ്പോൾ അതിനോട് നമ്മളൊന്ന് പൊരുത്തപ്പെട്ട് ആ ഒരു സ്റ്റൈലിലും കൂടി നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ചെയ്യുന്നുണ്ട്, പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അല്ലേ? ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ പക്ഷേ ഈ ജോൺട്രയിൽ യു ആർ എക്സലിങ്. അതിങ്ങനെ ഓരോ പാട്ട് കഴിയുന്തോറും നമ്മൾ എൻജോയ് ചെയ്യാണ് നോ. ആൻഡ് ഈ ഒരു പാട്ടിൽ പ്രത്യേകിച്ച് ഒരു ലെൻറ്റൻ സോങ്. അപ്പം ഇതിനകത്ത് ആ ഇമോഷനാണ് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഈശോയുടെ പീഡാനുഭവമാണല്ലോ. അപ്പോൾ ഇപ്പം എ ഐ അറിയാമല്ലോ അല്ലേ? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇങ്ങനെ കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, എല്ലാ മേഖലകളും ഓവർടേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എ ഐക്ക് കടന്നു പിടിക്കാൻ പറ്റാത്ത ഒരേ ഒരു ഏരിയ, മനുഷ്യരുമായിട്ടുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഇമോഷൻ, ഫീലിംഗ്. ആ ഒരു ഏരിയയിൽ എ ഐക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. മനുഷ്യർക്ക് മാത്രം ദൈവം കൊടുത്തിട്ടുള്ളൊരു ഗിഫ്റ്റാണ് ഈ വികാരങ്ങൾ, അല്ലെങ്കിൽ ഇമോഷൻസ്, ഫീലിംഗ് എന്നൊക്കെ പറയുന്നത്. സോ അത് വേറെ ആർക്കും കൊണ്ടുവരാൻ പറ്റില്ല. അപ്പം അതാണ് നമ്മളും മൃഗങ്ങളും ഒക്കെ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പം അത് ഈ ഒരു റൗണ്ടിൻ്റെ പ്രത്യേകതയും കൂടിയാണ്. അപ്പം അത് ദാറ്റ് വാസ് ഫുള്ളി ദെയർ കേട്ടോ. മോൻ്റെ സിംഗിങ്ങിൽ അതിങ്ങനെ നിറഞ്ഞ് തുളുമ്പുന്നുണ്ടായിരുന്നു. ആൻഡ് യു വേ സിംഗിങ് ഫ്രം വിത്തിൻ, ഇങ്ങനെ ഫുള്ളി ഇൻവോൾവ് ആയിട്ട്. ആ പിരിയില്ല നാദ, പിന്നെ ആ ഇവരൊക്കെ പറഞ്ഞു അല്ലെ കുരിശിനരികെ, ആ പോർഷൻസ് ഒക്കെ വളരെ നന്നായിരുന്നു. മോൻ്റെ ഒരു റേഞ്ചിലുള്ള പാട്ടുകൾ അടുത്ത തവണ മോന് ഭയങ്കര ഇഷ്ടപ്പെട്ട് ചൂസ് ചെയ്തായിരിക്കും അല്ലേ? പക്ഷെ ഈ ബേസ് വരുന്നോണ്ടേ നമുക്ക് ആ ഒരു കംപ്ലീറ്റ്നെസ്, ആ ഒരു അനുപലവിയും ചരണവും കൂടെ ആ മോൻ്റെ റേഞ്ചിലുണ്ടായിരുന്നെങ്കിൽ ഒത്തിരി ബേസ് ആയിപ്പോയി. ആ ഫുൾ ലൈൻസും ചരണവും അനുപലവിയും ഒക്കെ താഴെ ആയിപ്പോയി. അപ്പം നമ്മൾ ഓർത്ത് അതും കൂടി ഒന്ന് മോൻ്റെ റേഞ്ചിലുള്ള ടൈപ്പ് ഓഫ് സോങ്സ് ഒന്ന് സെലക്ട് ചെയ്യാനായിട്ടും അടുത്ത തവണ ശ്രദ്ധിക്കണം കേട്ടോ. പക്ഷെ അതർവൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് മോളെ എൻജോയ് ചെയ്ത് ആ ഫുള്ളി ഇൻ ടു ദ സോങ് ആയിട്ട് പാടി. ഒരു സജഷൻ ഉള്ളത്, ഈ സസ്റ്റെയിൻ എൻഡിങ്സ് ഒക്കെ ഇല്ലേ, അത് ആ ലാസ്റ്റ് വരെ ഇന്നാണോ ഇല്ലാണോ എന്നാ ഗമിക്കും ആയി എന്നൊക്കെ പറയുന്നത് കൃത്യമായിട്ട് ആ സിലബിൾസ് ഒന്ന് കേൾക്കണം. അത് അങ്ങ് വിടുന്നുണ്ട്, അത് ആ ലാസ്റ്റ് വരെ അങ്ങ് പിടിക്കുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് വിട്ട് കളയുന്നുണ്ട്. ശ്വാസബ്രത്തിൻ്റെ ആണോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതൊന്ന് പഠിക്കണ വായല് അപ്പൊ നീങ്ങി എത്തണില്ല. അപ്പം അതൊന്ന് നമുക്ക് പ്രാക്ടീസ് ചെയ്ത് മാറ്റിയെടുക്കണം കേട്ടോ. ലാസ്റ്റ് വരെയും നമുക്ക് കേൾക്കണം. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ പാടിയയിൽ പല സ്ഥലങ്ങളിലും ഗുഡായിരുന്നെങ്കിലും ആ ദുഃഖങ്ങളെല്ലാം അതിനി മോൻ ടെലികാസ്റ്റ് വരും. ഇനി പാടിയത് കിട്ടുമോ? കാരണം അതിങ്ങനെ ഉള്ളിൽ നിന്ന് പാടി പറയാതെ വന്നോലെ തോന്നി. ചിലപ്പോൾ നമുക്ക് അങ്ങനെ വരുമല്ലോ, ഇങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യാതെ പെട്ടെന്ന് മനസ്സിൽ നിന്ന് വരുമല്ലോ. ആ ഒരു ലൈൻ ടെലികാസ്റ്റിന് വരുമ്പോൾ ഒന്ന് കേട്ടു നോക്കുക കേട്ടോ. ദുഃഖങ്ങളെല്ലാം എന്ന് ലാസ്റ്റ് പാടിയ ലൈൻ ബ്യൂട്ടിഫുൾ ആയിരുന്നു. God bless you, Mane. Thank you. സന്തോഷായില്ലേ? സന്തോഷായി. എത്രയാ ഈ പാട്ട് പാടിയപ്പം എന്താ സെലക്ട് ചെയ്തപ്പം അറിയായിരുന്നു എന്തായാലും എനിക്ക് നന്നായിട്ട് പാടാൻ പറ്റും എന്നുള്ളത് അല്ലേ? അപ്പൊ അബേലിന് എത്ര മാർക്കും കൂടിയാ പ്രതീക്ഷിക്കുന്നത്? 29. ഓക്കെ. ചേച്ചി ഇത്തരത്തിലുള്ള മ്യൂസിക് ഷോസ് ഒക്കെ പങ്കെടുത്തിട്ടുണ്ടോ? പോയിട്ടേ ഇല്ല. കോമ്പറ്റീഷൻസിനൊന്നും അങ്ങനെ പോയിട്ടില്ല? ഇതിന് പോയിട്ടായിരുന്നു, പക്ഷേ കിട്ടിയില്ല. ഓക്കെ. അപ്പൊ നമുക്ക് ഇന്നത്തെ മാർക്ക് നോക്കാം. സിസ്ലി? അബേലിന് 9 മാർക്സ്. മനോജ് ചേട്ടാ? മോന് 9 മാർക്സ്. പൊളിച്ചാ? അബേലിന് 9.5 മാർക്സ്. അപ്പൊ അബേൽ ആഗ്രഹിച്ചത് 29 ആണ്, വിചാരിച്ചത് 29 ആണ് അല്ലെ? പക്ഷെ അബേലിന് ഇപ്പൊ ലഭിച്ചിരിക്കുന്നത് 27.5 മാർക്സ് ആണ്. പക്ഷെ നല്ല മാർക്കാണ് അത്. കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ എന്തായാലും ഇനിയും ഇത്തരത്തിലുള്ള പാട്ടുകൾ നന്നായിട്ട് തറവായിട്ട് ഒരുപാട് നാളുകളായിട്ട് പാടുന്ന പാട്ടുകൾ ഉണ്ടെങ്കിൽ അത് തന്നെ ഇനിയും പാടാൻ ശ്രമിക്കുക. അപ്പൊ കേട്ടോ. ശരി, നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ശരി. ഓക്കെ അബേൽ. ഇന്നത്തെ എപ്പിസോഡിലെ ഫൈനൽ കണ്ടസ്റ്റന്റ് നമുക്ക് വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. ജാന മരിയ. ഹായ് ജാന. ഹലോ. സുഖം? സുഖമായിട്ടിരിക്കും. ഈ പ്രാവശ്യം മ്യൂസിക് ടീച്ചർ സെലക്ട് ചെയ്ത പാട്ടുമായിട്ടാണ് ജാന എത്തിയിരിക്കുന്നത്. അല്ല,
പപ്പയമ്മയെ സെലക്ട് ചെയ്തത്. ഓ അതെന്താ അങ്ങനെ ഒരു അവരിലേക്ക് പോയത് പ്രശ്ന സെലക്ഷൻ? അത് ഞങ്ങൾ കുറേ ഇരുന്ന് സെലക്ട് ചെയ്ത് എന്ന് പറഞ്ഞാൽ രാവും പകലും ഇങ്ങനെ സെലക്ട് ചെയ്ത് അവസാനം കിട്ടിയ പാട്ടാ. ഓ അപ്പൊ ഏത് കാറ്റഗറിയിലുള്ള പാട്ടാ മോള് പാടുന്നത്? സെമി ക്ലാസിക്കൽ. അപ്പൊ ഒരുപാട് കഷ്ടപ്പെട്ട് സെലക്ട് ചെയ്തതാണോ? അതെന്താ പറ്റി? സെമി ക്ലാസിക്കൽ ഒരുപാട് പാട്ടുകൾ ഉണ്ടല്ലോ നല്ലത്. നമുക്ക് ഇഷ്ടമുള്ളത് കിട്ടണമെന്നുണ്ടല്ലോ. ഓ ജാനയ്ക്ക് ഇഷ്ടപ്പെടാതെ എന്താണോ? ജാനയ്ക്ക് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് കിട്ടിയെടുത്ത ഒരു നിധി ഒരു പാട്ടാണത്. ഏതാ പാട്ട്? ഹിന്ദോള രാഗാർദ്രനായി ഞാൻ. ഓക്കെ, പാട്ടിന്റെ ക്രെഡിറ്റ്സ് അറിയാമോ? ആരാ? അത് മ്യൂസിക് നമ്മുടെ പോളച്ചനാണ്, പോൾ പൂവത്തിങ്കളച്ചൻ. സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അറിയുന്ന അച്ഛനായിരുന്നെന്ന്. ഓ അപ്പൊ അച്ഛനാണെന്ന് കണ്ടപ്പോ തന്നെ ഈ പാട്ടൊക്കെ ഫിക്സ് ചെയ്താ? അല്ല, ഞാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴറിഞ്ഞ പാട്ടൊക്കെ പഠിച്ചു തുടങ്ങിയപ്പോഴാണ് ഈ അച്ഛനായിരുന്നു. ആണോ? ഓക്കെ, അപ്പൊ പോളച്ചന്റെ പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അച്ഛാ ഇത് എന്ന് ചെയ്ത പാട്ടായിരിക്കും അച്ഛാ? 95. ഓ ഓക്കെ ഓക്കെ. അപ്പം നീ ഒന്നും സംസാരിക്കാനില്ല, പാട്ടിന് ശേഷം നമുക്ക് കാണാം. നന്നായിട്ട് പാടണം കേട്ടോ. താങ്ക് യു. Voice of Goodness Season 3.
വീട്ടിലാണെങ്കിലും പാട്ട് പഠിക്കുന്ന സമയത്തും ഒക്കെ പാടിക്കഴിയുമ്പോൾ എപ്പോഴും ആദ്യം ചോദിക്കണത് ആരോടാ? പാരൻസിനോട്. അതെ, പാരന്റ്സിൽ ആരോടാ? അമ്മയോടാണോ അച്ഛനോടാണോ? അമ്മേനോടായിരിക്കും കൂടുതൽ, കാരണം പെട്ടെന്ന് അടുത്തുണ്ടാവും എപ്പോഴും. ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇപ്പൊ ഞങ്ങള് ചോദിക്കട്ടെ, അതേപോലെ തന്നെ അമ്മയുടെ അടുത്ത് ഇഷ്ടപ്പെട്ടോ മോളുടെ പാട്ട്? നന്നായി പാടിയോ? ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് ഫുൾ നല്ല തൃപ്തിയായി പാടി കഴിഞ്ഞപ്പോ? ആ, തൃപ്തിയായി. സാർ പ്രതീക്ഷിച്ചോ മോൾ ഇത്രയും നന്നായിട്ട് പാടുംന്ന്? ആ തിരക്കിട്ടില്ലായിരുന്നു. തരക്കേട്ടുണ്ടായിരുന്നില്ല, നല്ലൊരു പെർഫോമൻസ് തന്നെയായിരുന്നു അല്ലേ? ജാനിക്കും വളരെയധികം സന്തോഷമുണ്ട് പാടി കഴിഞ്ഞപ്പോൾ അല്ലേ? യെസ്. അപ്പോ സിസ്ലി, എങ്ങനെ ഉണ്ടായിരുന്നു ജാനയുടെ പാട്ട്? ജാന, ഹലോ. ഫസ്റ്റ് ഓഫ് ഓൾ മോളോടൊരു പ്രത്യേകം താങ്ക് യു പറയുന്നു ഫോർ സെലക്ടിങ് ദ സോങ്. ബിക്കോസ് അച്ഛൻ്റെ പാട്ടുകൾ അങ്ങനെ അധികം ആൾക്കാരിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ബിക്കോസ് അച്ഛൻ ഒരുപാട് പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പാട്ടുകൾ നമുക്ക് പ്രേക്ഷകർക്ക് കേൾക്കാൻ ഒരു അവസരം ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വേദിയിലൂടെ അച്ഛൻ്റെ ഒരു പാട്ട് പ്രേക്ഷകർക്കും നമുക്കും ഒക്കെ കേൾക്കാൻ ഇടയായത് വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു. അപ്പം അച്ഛൻ ഇത് അച്ഛൻ്റെ ഒരു എന്താ പറയുക ഏർലി ഡേയ്സിൽ ഉണ്ടാക്കിയ ഒരു പാട്ടാണ്. അപ്പം ഇപ്പോൾ കഴിഞ്ഞ ദിവസം അച്ഛൻ ഷെയർ ചെയ്തപ്പോൾ പറയായിരുന്നു, ഇപ്പോൾ ഒരു എത്ര വെച്ചാൽ 40 സോങ്സ് അച്ഛൻ ഓൾറെഡി കമ്പോസ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പം ഈ ഏജിലും ഹീസ് സ്റ്റിൽ എന്താ പറയുക ആ ഒരു ജേർണി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. അപ്പം അതിലൊരു മുത്താണ് നമുക്ക് കിട്ടിയത്. സോ ഇതിൻ്റെ മോളുടെ നല്ല അറ്റംപ്റ്റ് ആയിരുന്നു. ഡെഫിനറ്റ്ലി ഈ സെമി ക്ലാസിക്കൽ റൗണ്ടിൽ നമുക്ക് നമ്മളെ തന്നെ ഡിസ്കവർ ചെയ്യാനായിട്ടുള്ള ഒരു റൗണ്ടാണ്. സോ നമ്മൾ അങ്ങനെ പരീക്ഷിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ എന്തൊക്കെ കഴിവുകൾ ഉറങ്ങിക്കിടക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. സോ നമ്മളെ തന്നെ ഡിസ്കവർ ചെയ്യാനും പിന്നെ അത് പ്രേക്ഷകരുടെ മുമ്പിൽ എക്സിബിറ്റ് ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റൗണ്ട് വെച്ചിരിക്കുന്നത്. സോ ഡെഫിനറ്റ്ലി മോൾക്ക് ആ പൊട്ടൻഷ്യൽ ഉണ്ട്. മോള് ക്ലാസിക്കൽ പഠിക്കുന്നുണ്ടോ? ഉണ്ട്. എത്ര വർഷമായി പഠിക്കാൻ തുടങ്ങിയിട്ട്? 6 വയസ്സ് തുടങ്ങി പഠിക്കുന്നതാണ്. ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ടോ? ഓക്കെ ഓക്കെ. പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ട്. ഓക്കെ. സോ ഇത് ഇച്ചിരി ഹെവി ആയിട്ടുള്ള മോളുടെ ഈ പ്രായത്തിൽ ഇപ്പൊ 10th കഴിഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഈ മോളുടെ പ്രായത്തിൽ കുറച്ച് ഹെവി. അഫ്കോഴ്സ് ഇത് ദാസേട്ടൻ ലെജൻസ് ആണ്. ദാസേട്ടൻ അച്ഛൻ ഇതിന്റെ ഒരു ബാക്ക് സ്റ്റോറി ഡെഫിനറ്റ്ലി നമ്മളോട് ഷെയർ ചെയ്യും. അച്ഛൻ അതുപോലെ വയലിൻ ജേക്കബേട്ടൻ അങ്ങനെ ഒരുപാട് ലെജൻസ് കൂടി ചെയ്തൊരു സോങ് ആകുമ്പോൾ അതിന് അതിൻ്റെതായ ഒരു പവർ ഉണ്ട്. അപ്പം നമുക്ക് കൊച്ചു പ്രായത്തിൽ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. എന്നിരുന്നാലും മോള് അത് അറ്റംപ്റ്റ് ചെയ്തു. ചില ഏരിയാസൊക്കെ നന്നായിരുന്നു. നിത്യപിതാവേ അങ്ങനെ കുറേ ലൈൻസ് നല്ല അറ്റംപ്റ്റ് ആയിരുന്നു. പക്ഷെ ചില സംഗതികൾക്ക് ഒരു ചളുക്കം, ഒരു കംപ്ലീറ്റ്നെസ്, ആ ഒരു നമ്മൾ പിന്നെ ഒരുമിച്ചാണല്ലോ ലൈവായിട്ടാണല്ലോ പാടുന്നത്. അപ്പം അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് തോന്നി. എനിക്ക് മെയിൻലി തോന്നിയത് മോൾക്ക് ഈ സോങ്ങിലൊരു ബ്രെത്തിൻ്റെ ഒരു ഡിഫിക്കൽട്ടി. അത് ത്രൂ ഔട്ട് ദ സോങ് ഇങ്ങനെ ആ സംഗതികൾ പാടി നിർത്താനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടില്ലേ, ആ സസ്റ്റെയിൻസ് ഒക്കെ ഇങ്ങനെ വിട്ട് കളയുന്ന പോലെ തോന്നി. പല എൻഡിങ്സും മോള് ജസ്റ്റ് ശ്വാസം കിട്ടാത്തതുകൊണ്ട് അങ്ങ് വിട്ട് കളയുന്ന പോലെ തോന്നി. അപ്പം അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാമായിരുന്നു. ആ ബ്രെത്തിൻ്റെതായ ഒരു ബുദ്ധിമുട്ടാണ് എനിക്ക് തോന്നിയത്. ആൻഡ് ഓൾസോ ദ ഓർക്കസ്ട്ര ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങളെ അക്കമ്പനി ചെയ്തു. മോളുടെ ആ സോങ്ങിനെ ലിഫ്റ്റപ്പ് ചെയ്തു, നിങ്ങളുടെ സിംഗിങ്ങിനെ. സോ അവർക്കൊരു പ്രത്യേക കയ്യടി. ആൻഡ് താങ്ക് യു അച്ഛ ഫോർ ദിസ് ബ്യൂട്ടിഫുൾ കോമ്പസിഷൻ. അച്ഛനൊരു പ്രത്യേകം താങ്ക് യു പറയുന്നു ഈ സമയത്ത്. ആൻഡ് ദാറ്റ്സ് ഓൾ മോളെ. ഗോഡ് ബ്ലെസ്. താങ്ക് യു. മനോജ് ചേട്ടാ, ജാന മരിയ, എന്തോ? ജാന മരിയ പാട്ട് വളരെ ഭംഗിയായിട്ട് പാടിയല്ലോ. താങ്ക് യു. മോളുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് മോളുടെ ശബ്ദമാണ്. മോളുടെ ശബ്ദമാണ് മോളുടെ സ്ട്രെങ്ത്. കാരണം പലർക്കും പല ശബ്ദങ്ങളാണ് ദൈവം കൊടുത്തിട്ടുള്ളത്, പല സ്റ്റൈൽ ഓഫ് സിംഗിങ്, അല്ലെങ്കിൽ ചിലവർക്ക് ചില ഏരിയാസിൽ അവർക്കുള്ള സ്ട്രെങ്ത്. ചിലപ്പോൾ ലോ പാടുമ്പോൾ ചിലർ വീക്കാവും, ഹൈ പാടുമ്പോൾ ചിലർ നല്ല സ്ട്രോങ് ആയിരിക്കും. ഇപ്പോൾ മിഡിൽ സെക്ഷനൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ വീക്കാവും. അപ്പം അങ്ങനെ പല സ്റ്റൈൽ ഓഫ് അല്ലെങ്കിൽ പലതരത്തിലുള്ള വോയിസാണ് ദൈവം കൊടുത്തിട്ടുള്ളവർ. മോൾക്കെന്ന് പറഞ്ഞൊരു കംപ്ലീറ്റ് വോയിസ് കിട്ടിയിട്ടുണ്ട്. കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ നല്ല റൗണ്ട് വോയിസ്. അത് ലോ ആണെങ്കിലും ഹൈ ആണെങ്കിലും ഒക്കെ നന്നായിട്ട് പ്രൊജക്റ്റ് ചെയ്യുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വോയിസാണ്. ഓക്കെ, അപ്പം അത് മോൾ ഈ പാട്ടിൽ നന്നായി കൊണ്ടുവരും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഹമ്മിങ് ഒക്കെ പാടി, പിന്നെ പല്ലവിയൊക്കെ വളരെ നന്നായിട്ട് മോള് പാടി. ഓക്കെ, എന്തായാലും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല ബ്യൂട്ടിഫുൾ കോമ്പസിഷൻ. അച്ഛന് ഹാറ്റ്സ് ഓഫ്, അമേസിങ് കോമ്പസിഷൻ. അത് എന്താ പറഞ്ഞ സിസിലി പറഞ്ഞ പോലെ ലെജൻസിൻ്റെ ഒരു ക്രിയേഷനാണ്. അപ്പം അത് ഞങ്ങൾക്ക് വേണ്ടി സമ്മാനിച്ചതിന് ഒത്തിരി നന്ദി കേട്ടോ. ഇനി ഒരുപാട് മോള് സഞ്ചരിക്കാനുണ്ട്. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. പോളച്ചാ,
പോളച്ചന്റെ ഈ ഗാനം ഈ കുട്ടി ഇന്നിപ്പോ ജാന എത്രത്തോളം നീതി പുലർത്തി അത് പാടിയിട്ടുണ്ട്. ജാന മരിയ വളരെ മനോഹരമായിട്ട് പാടി. കൺഗ്രാജുലേഷൻസ്. അത് നന്നായി അതിനുവേണ്ടി വർക്ക് ചെയ്തെന്ന് തോന്നുന്നു കുറച്ച് നാളായിട്ട്. നല്ല സ്വീറ്റ് ആൻഡ് മെലോഡിയസ് വോയിസ് ആണ് ജാന മരിയയുടെ. കേൾക്കാൻ നല്ല കേൾവി സുഖം എന്ന് പറയില്ലേ, നല്ല കേൾവി സുഖമുള്ള പാട്ടാണ്. പിന്നെ ഒരുവിധം നന്നായി എല്ലാം പാടി. കാരണം ഇത് കുറച്ച് പ്രത്യേകിച്ച് ദാസേട്ടൻ പാടിയിട്ടുള്ളതുകൊണ്ട് ചലഞ്ച് കൂടുതലാണ് ഈ പാട്ടിൽ. ഇത് എഴുതിയിട്ടുള്ളത് ആരാന്ന് അറിയോ? കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി അവറുകളാണ്. ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോഴാണ് ഇത് ചെയ്തത്. അപ്പോൾ ഈ പാട്ട് ഈ പാട്ടിൻ്റെ ഒന്നാമത്തെ വരി ഹിന്ദോള രാഗാർദ്രനായി ഞാൻ യേശുവിന് അവദാനം. അപ്പോൾ ക്രിസ്ത്യൻ ഡിവോഷനിൽ ഒരിക്കലും ഒരു രാഗമോ രാഗത്തിൻ്റെ കാര്യങ്ങളൊക്കെ കുറവാണ്. ഡയറക്റ്റ്ലി ഇൻഡയറക്റ്റായിട്ട് ട്യൂണിലൊക്കെ വരുന്നുണ്ടെങ്കിലും അപ്പോൾ യേശുവിനും ഹിന്ദോള രാഗം കുഴപ്പമില്ല, ഈശോയ്ക്കും ഹിന്ദോളവും മറ്റ് രാഗങ്ങളൊക്കെ. കാരണം രാഗങ്ങൾ യൂണിവേഴ്സലാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിന് ഒരു ജാതിയുടെയോ മതത്തിൻ്റെയോ ഒന്നും അതിർത്തിയില്ല. ഇറ്റ്സ് യൂണിവേഴ്സൽ, ആർക്കും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ് അങ്ങനെ എഴുതിപ്പിച്ചു കൂടിയാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ വരികൾ വന്നു കഴിഞ്ഞപ്പോൾ അതിഗംഭീര വരികളാണ്, അബ്സല്യൂട്ട്ലി നോ കമ്പാരിസൺ. അപ്പോൾ ആ നിത്യപിതാവ് എന്നൊക്കെ വിളിച്ച് മാക്സിമം അതിൽ കൊള്ളിക്കാവുന്ന എല്ലാ കാര്യങ്ങളും ദാമേട്ടൻ എന്ന് ഞാൻ വിളിക്കുന്ന ആളെ. അത്ര ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളാണ്. ദാമേട്ടൻ അതിൽ എഴുതി വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ഓർക്കസ്ട്രേഷൻ ചെയ്തത് നമ്മളുടെ വയലിൻ ജേക്കബ് എന്ന് പറഞ്ഞ വളരെ പ്രഗത്ഭനായിട്ടുള്ള സംഗീതജ്ഞനാണ്. അത് മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ഉണ്ടാകട്ടെ ഞാൻ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അതിമനോഹരമായിട്ട് അദ്ദേഹം ഇത് കമ്പോസ് ചെയ്തതിൻ്റെ ഓർക്കസ്ട്ര. അപ്പോൾ ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്ന രണ്ട് കാര്യങ്ങൾ: ഒന്ന് ഇതിൽ ഇടയ്ക്ക വേണം, രണ്ട് ഘടം വേണം. അതൊന്നും ക്രിസ്ത്യൻ ഡിവോഷണലിൽ പൊതുവെ ഇല്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അത് ഒരു നിർബന്ധമായിരുന്നു. കാരണം ഇതൊരു ബ്രേക്ക് ത്രൂ ആവണം ഈ കോമ്പോസിഷൻ എന്നുള്ള രീതിയിൽ. ശരിക്കും പറഞ്ഞാൽ ജാനമേരി ഇതിൻ്റെ പകുതിയെ പാടിയിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ പുറകിൽ കുറേ സാധനങ്ങളുണ്ട്. അവസാനം ശരി കച്ചേരി പോലെയാണ് അവസാനിക്കുന്നത്. സ്വരങ്ങൾ അത്ര അധികം ഉണ്ട് പാടിയൻ്റെ ദാസേട്ടൻ. കുറച്ച് സ്വരങ്ങൾ വേണേൽ പാടായിരുന്നു തോന്നി, കുറച്ച് ടൈമിങ് കുറെ കൂടണോണ്ട് കട്ട് ചെയ്തത്. ഓക്കെ. അപ്പോൾ അതൊരു പ്രത്യേക രീതിയിലായിരുന്നു ചെയ്യുന്നത്. ഒരു കച്ചേരി പോലെ അവസാനിക്കുന്ന ഒരു ക്രിസ്ത്യൻ ഡിവോഷണൽ ഉണ്ടാകട്ടെ എന്നുള്ള രീതിയിൽ അങ്ങനെ ചിന്തിച്ച് ചെയ്തതാണ്. ഏതായാലും വളരെ സന്തോഷമുണ്ട്. ജാനമരിയ അത് അന്വേഷിച്ച് കണ്ടെത്തി പാടിയെന്ന് അറിയുന്നതിൽ ഒത്തിരി സന്തോഷം. ഇപ്പോൾ കുറച്ച് കാലങ്ങളായി സംഗീതം പഠിക്കുന്നു അല്ലേ? ഇപ്പോഴും പഠിക്കുന്നുണ്ട്. വെരി ഗുഡ്. അപ്പോൾ ഇനി സംഗീതമൊക്കെ പഠിച്ച് ഉയരങ്ങളിലേക്ക് പോകട്ടെ. ഇനിയും അതിഗംഭീരമായിട്ട് പാടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ ഇവർ ഓർക്കസ്ട്ര പ്രിൻസിൻ്റെ നേതൃത്വത്തിൽ അതിമനോഹരമായിട്ട് ചെയ്തു. വളരെ പ്രത്യേകം അഭിനന്ദനങ്ങൾ. ഇടയ്ക്കും പിന്നെ ഘടവും മോർസിംഗൊക്കെ കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞ കുറച്ച് പണിയുണ്ട് ഇതിൽ. വളരെ മനോഹരമായിട്ട് ബിജുവും പ്രിൻസ് എല്ലാവരും കൂടി അത് ഗംഭീരമായിട്ട് ചെയ്തു. പ്രത്യേക അഭിനന്ദനങ്ങൾ. സോ ഓൾ ദ ബെസ്റ്റ് ജാനമരിയയ്ക്ക്. താങ്ക് യു. അപ്പോ ഇനി ജാന മാർക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. നോക്കാം. അച്ഛൻ്റെ അടുത്ത് തന്നെ ആദ്യം ചോദിക്കട്ടെ. അച്ഛ എത്ര മാർക്കാണ്? ജാനമരിയയ്ക്ക് 8.5 മാർക്സ്. താങ്ക് യു. മനോജ് ചേട്ടാ? മോൾക്ക് 8 മാർക്സ്. താങ്ക് യു. സിസ്ലി? 8 മാർക്സ്. ഓക്കെ. അപ്പം ജാന സെക്കൻഡ് റൗണ്ടിലെ തുടക്കത്തിൽ തന്നെ ലഭിച്ചിരിക്കുന്നത് 24.5 മാർക്സ് ആണ് 30-ല്. ഹാപ്പി അല്ലേ? അതെ. ഇനിയും ഉണ്ട്. ഇനിയും 2 പാട്ടുകളും കൂടെ ആക്ച്വലി പാടാനുണ്ട് ഈ റൗണ്ടിൽ തന്നെ. ഓക്കെ. അപ്പൊ ഇതിനേക്കാട്ടിലും മാർക്ക് വാങ്ങണം കേട്ടോ. ശരി, അപ്പൊ നമുക്ക് പിന്നെ കാണാം. പോയിട്ട് വരും. വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3യുടെ വാശിയേറി ഇന്നത്തെ മത്സരം ദാ ഇവിടെ കേർട്ടൻ വീണിരിക്കുകയാണ്. നമുക്ക് കാത്തിരുന്ന് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട പ്രോഗ്രാം കാണാം. നമുക്കപ്പോ അടുത്ത ആഴ്ച. ബൈ. വീട്ടില് ഇവർക്ക് പാടുവോ പാരന്റ്സ്? അങ്ങനെ പാടൊന്നുമില്ല, പണ്ട്. ഓക്കെ. ദൈവം
ചിരി എന്താണ്, കോൺഫിഡൻസ്, ഇതൊക്കെ പാട്ട് പാടിയപ്പോ എവിടെയായിരുന്നു? ഞങ്ങക്ക് സത്യം പറഞ്ഞാൽ ദീപ്തി വളരെ ടാലന്റഡ് ആണ്. ഒരു ജന്മ സൗഭാഗ്യം ആ നിമിഷങ്ങൾ കുളിരണിഞ്ഞു നിന്നു ഞാനാ ധന്യ നിർവൃതിയിൽ. എനിക്ക് തോന്നുന്നത് ലെനയുടെ ഒരു വലിയ പ്രത്യേകത ഒരു ഭാവ ഗായികയുടെ ശൈലിയാണ്. പക്ഷെ നല്ല നിറഞ്ഞ ഭാവം കൊടുക്കാനുള്ള ഒരു കപ്പാസിറ്റി നന്നായിട്ടുള്ളത് പോലെ കാണുന്നു. ആവേശത്തിരയത് ഉയരും